ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. ഇതിനകത്ത് ചോദിച്ചിരുന്നത് ഡ്രൈ ഫുഡാണോ വെറ്റ് ഫുഡാണോ നല്ലതെന്നുള്ളതാണ്. അപ്പം നമുക്കിന്ന് അതിനെക്കുറിച്ചിട്ട് നോക്കാം. അതായത് വെറ്റ് ഫുഡ് എന്ന് പറയുന്നത് മീറ്റിൻ്റെയൊക്കെ ചെറിയ പാർട്ടിക്കിൾസ് ഒരു ഗ്രേവി പോലത്തെ സംഭവത്തിൽ തരുന്നത്, പാക്കറ്റിലും ക്യാനിലും ഒക്കെ തരുന്നതാണ് ഈ വെറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഡോഗ് പെല്ലറ്റ്സ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഡ്രൈ ഫുഡ് എന്ന് പറയുന്നത്. വെറ്റ് ഫുഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഏതാണ്ട് ഡ്രൈ ഫുഡ് പോലെ തന്നെയാണെങ്കിലും ഇത് കഴിക്കാൻ വളരെ ഈസി ആയിരിക്കും ഡോഗിന്. പല്ലിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഡോഗ്സോ അല്ലെ സെൻസിറ്റീവ് ടീത്തുള്ള ഡോഗ്സൊക്കെ ഇല്ലേ അവർക്ക്, അതുപോലെ ഇച്ചിരി പ്രായം കൂടിയ ഡോഗ്സിനൊക്കെ കഴിക്കാനായിട്ട് എളുപ്പം ഈ വെറ്റ് ഫുഡായിരിക്കും. അതുപോലെ തന്നെ ഡോഗ്സിന് ഭയങ്കര അപ്പറ്റൈസിങ് ആയിട്ട് തോന്നുന്നത് ഈ വെറ്റ് ഫുഡാണ്. കാര്യം അതിന് ഭയങ്കര സ്മെല്ലാണ്. ആ സ്മെല്ല് കാരണം അവർക്കത് കൂടുതൽ കഴിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാക്കും. ഡ്രൈ ഫുഡിന് അധികം സ്മെല്ലൊന്നുമില്ല. അതുപോലെ വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഡോഗ്സിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള കണ്ടീഷനിലും വെറ്റ് ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഇവരുടെ വായയുടെ ചുറ്റുമൊക്കെ ഒരുപാടാകും. ഇവിടെയൊക്കെ ഒത്തിരി മുടിയൊക്കെ ഉള്ള ഡോഗ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ അത്രയും ആകും, അത് ക്ലീൻ ചെയ്യുന്ന പാടാണ്, ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ ഇത് ഡ്രൈ ഫുഡിനെക്കാളും ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ്. അതുമാത്രമല്ല, നമുക്കിത് ഒരു പോർഷൻ, അതായത് 25 ഗ്രാമാണ് എൻ്റെ ഡോഗിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ക്യാനിലും ചെറിയ പാക്കറ്റ്സിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഇത് ഒരിക്കൽ പൊട്ടിച്ചു പോയാൽ ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. 1-2 ദിവസത്തിനകം നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത് തീർക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കൊടുക്കും, വാങ്ങുമ്പോൾ കാശും കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന് വരാറുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് തന്നെയാണ്. നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഡോഗ്സിന് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ആ ഫ്ലാറ്റിൽ ആ സ്മെല്ല് പോത്തേയില്ല, കുറേ സമയം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഹ്യൂമൻസിന് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഡ്രൈ ഫുഡിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതിന് സ്മെല്ല് കുറവാണ്, അത്ര എക്സ്പെൻസീവ് അല്ല. അത് ഒരിക്കൽ ഓപ്പൺ ചെയ്താൽ ആ പാക്കറ്റ് 3-4 മാസം വരെ തീരുന്നവരെയും യൂസ് ചെയ്യാൻ ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. അൺടിൽ ആൻഡ് അൺലെസ് അതിൽ വെള്ളമാകാൻ പാടില്ല. വെള്ളം അങ്ങനെ നനയാണെങ്കിൽ പൂപ്പൽ പോലെ വന്നു പോകും. സോ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് നോക്കുക. ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ എത്രയാണോ നിങ്ങളുടെ ഡോഗിന് ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അതായത് 25 ഗ്രാംസ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് വേ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡ്രൈ ഫുഡ് ആകുമ്പോൾ അത് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്മെല്ല് കുറവാണ്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഒരു ബൗളിലിട്ട് ഞങ്ങളുടെ റൂമിനുള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. രാത്രിയൊക്കെ അവനെടുത്ത് കഴിച്ചോളും, നമുക്ക് സ്മെല്ലൊന്നും അറിയത്തു പോലും ഇല്ല. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് മുടിയൊക്കെയുള്ള ഡോഗ്സിന് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഫേസിലാകത്തൊന്നുമില്ല. സോ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഡ്രൈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കൊടുക്കണം ഡോഗ്സിന്. ചിലർ വെള്ളം കൊടുക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, വെള്ളം ആവശ്യത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല ഫ്രഷ് വാട്ടർ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവർ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡേർട്ടി ആവും. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ഫേസിൻ്റെ ഇവിടെയൊക്കെയുള്ള പൊടിയൊക്കെ വീണ വെള്ളം വീണ്ടും വീണ്ടും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറിന് പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ഈ ഡോഗ് പെല്ലറ്റ്സ് എന്ന് പറയുന്നത് വെറ്റ് ഫുഡിനെക്കാളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഫുഡാണ്. സോ അതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടാവും അതിൽ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പല്ലിനൊക്കെ പ്രശ്നമുള്ള ഡോഗ്സ്, ഇച്ചിരി പ്രായമുള്ള ഡോഗ്സിനൊക്കെ ഈ പെല്ലറ്റ്സ് കഴിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.